ഹായ് ഓൾ, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICD 12th ചാപ്റ്ററായ ഡിസീസസ് ഓഫ് സ്കിൻ ആൻഡ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇത് L00 മുതൽ L99 വരെയുള്ള കോഡ്സാണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സ്കിന്നിന് നമുക്കറിയാം നമ്മുടെ ബോഡിയുടെ പ്രൊട്ടക്റ്റീവ് ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് സ്കിന്നിന് മെയിൻലി ഉള്ളത്. ഓക്കെ, സ്കിന്നിന് 3 ലെയേഴ്സാണ് മെയിൻലി ഉള്ളത്. എപ്പിഡെർമൽ ലെയർ, ഡെർമൽ ലെയർ ആൻഡ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. ഓക്കെ, ഈ ഡിസീസസ് ഓഫ് സ്കിന്നിൽ വരുന്ന ഒരു പ്രധാന ഡിസീസാണ് പ്രഷർ അൾസർ എന്ന് പറയുന്നത്. പ്രഷർ അൾസർ അല്ലെങ്കിൽ ഇതിനെ ബെഡ്സോ അല്ലെങ്കിൽ ഡെക്കുപിറ്റ് അൾസർ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇത് മെയിൻലി വെയിറ്റ് ബിയറിംഗ് ഏരിയാസിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് പ്രൊലോങ്ഡ് പ്രഷർ കൊണ്ട് നമ്മുടെ ലെയേഴ്സ് ഓഫ് സ്കിന്നിന് ഉണ്ടാകുന്ന ഇഞ്ചുറിയാണ് നമ്മൾ പ്രഷർ അൾസർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രഷർ അൾസറിൻ്റെ ഏരിയാസ്, ഇത് ഡെവലപ്പ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീൽസ് ഉണ്ടാകാം, നീസ് ഉണ്ടാകാം, ഹിപ്സ്, ടെയിൽ ബോൺസ് എക്സെട്ര. ഇങ്ങനെയുള്ള ഏരിയാസിലാണ് മെയിൻലി ഇത് ഡെവലപ്പ് ചെയ്ത് കാണുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ സിവാരിറ്റി അനുസരിച്ചിട്ട് പല ഡിഫറെൻറ്റ് സ്റ്റേജസ് ആയിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. അതായത് സ്റ്റേജ് 1, 2, 3, 4 ആൻഡ് അൺസ്റ്റേജബിൾ, അങ്ങനെ 5 സ്റ്റേജായിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. സ്റ്റേജ് 1നെയാണ് നമ്മൾ മൈൽഡ് സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എപ്പിഡെർമൽ ലെയറിൽ എന്തുണ്ടാകും എന്ന് വെച്ചാൽ ഒരു റെഡിഷ് കളറായിട്ട് മാത്രമാണ് കാണുള്ളൂ. പ്രത്യേകിച്ച് ഇതിന് എന്തുണ്ടാകില്ല, ഒരു ഇഞ്ചുറി ആയിട്ട് കാണപ്പെടില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നമ്മുടെ സ്റ്റേജ് 1 എന്ന് വിളിക്കുന്നത്. ഇനി സ്റ്റേജ് 2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഫ്രണ്ട് ലെയർ ഇഞ്ചുറി ആയിട്ടുണ്ട്, ടോപ്പ് മോസ്റ്റ് ലെയർ ഇഞ്ചുറി ആയിട്ടുണ്ട്, ചിലപ്പോൾ അത് അടുത്ത ലെയറിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാകാം. ആ ഒരു ചെറിയൊരു ഇഞ്ചുറി എക്സ്റ്റൻഷനും കൂടി ഉണ്ടാകും. അതാണ് സ്റ്റേജ് 2 എന്ന് പറഞ്ഞ് നമ്മൾ മീൻ ചെയ്യുന്നത്. ഇനി സ്റ്റേജ് 3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൂണ്ടിൻ്റെ എക്സ്റ്റൻഷൻ കുറച്ചും കൂടി കൂടിയിട്ട് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ വരെ ഉണ്ടാകുന്നതാണ് നമ്മൾ സ്റ്റേജ് 2 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റേജ് 4 എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇഞ്ചുറി വളരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഡീപ്പറായിട്ട് ബോൺസിലേക്കും മസിൽസിലേക്കും വരെ എത്തുന്ന കണ്ടീഷനാണ് നമ്മൾ സ്റ്റേജ് 4 എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അൺസ്റ്റേജബിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറിന് ഈ വൂണ്ടിൻ്റെ ബേസ് കാണാൻ കഴിയുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മളതിനെ അൺസ്റ്റേജബിൾ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ ഗൈഡ് ലൈൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഷർ അൾസർ എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ കോഡായിരിക്കും സ്പെസിഫൈയിങ് ദ സൈറ്റ് ആൻഡ് സ്റ്റേജ്. പ്രഷർ അൾസർ കോമ്പിനേഷൻ കോഡായിരിക്കും, അതിനൊരു സ്റ്റേജും സൈറ്റും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും. എക്സാമ്പിൾ സ്റ്റേജ് 2 പ്രഷർ അൾസർ ഓഫ് ലെഫ്റ്റ് എൽബോ. ഇതിൻ്റെ അകത്ത് സ്റ്റേജ് 2 ആണ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ സൈറ്റ് ലെഫ്റ്റ് എൽബോയാണ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ L89.022 ആണ്. ഓക്കെ, ഇനി അടുത്ത ഗൈഡ് ലൈൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്രഷർ അൾസർ സ്റ്റേജ് ഡിക്ലൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ അതിന് ഏറ്റവും സിവിയർ ആയിട്ടുള്ള സ്റ്റേജ് വേണം കോഡ് ചെയ്യാനായിട്ട്. അതായത് പ്രഷർ അൾസർ ഉള്ള പേഷ്യൻ്റ് സ്റ്റേജ് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മോസ്റ്റ് സിവിയർ സ്റ്റേജ് വേണം നമ്മൾ കോഡ് ചെയ്യാനായിട്ട്. ഇനി അടുത്തത്, ഇനി പ്രഷർ അൾസർ അടുത്ത ഗൈഡ് ലൈൻ പ്രഷർ അൾസർ സ്റ്റേജ് ഡിഫറെൻറ്റ് സൈറ്റിലുണ്ട്, മൾട്ടിപ്പിൾ സൈറ്റിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കോഡ് ചെയ്യേണ്ടത് ഹയർ സിവിയാരിറ്റി ആയിരിക്കണം. അതിനുശേഷം വേണം നമ്മൾ സിവിയാരിറ്റി അടുത്ത് കുറഞ്ഞ സിവിയാരിറ്റി കോഡ് ചെയ്യാൻ. അതായത് ആദ്യം ഹയർ സിവിയാരിറ്റി കോഡ് ചെയ്യുക, പിന്നെ അതിന് ശേഷമുള്ള കുറച്ച് കുറഞ്ഞത്, അങ്ങനെ ഹയസ്റ്റ് നിന്ന് ലോവസ്റ്റ് ആയിട്ട് വേണം നമ്മൾ കോഡ് ചെയ്യാനായിട്ട്. ആദ്യം ഹയർ സിവിയാരിറ്റി കോഡ് ചെയ്യുക. ഓക്കെ, ഇനി ഒരു പേഷ്യൻറ്റിന് പ്രഷർ അൾസർ ഉള്ളൊരു പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്തു, പ്രഷർ അൾസറായിട്ട് ഒരു പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യാണ്, ആ പേഷ്യൻ്റ് സ്റ്റേജ് പ്രോഗ്രസ് ചെയ്യാണ്. പ്രഷർ അൾസർ സ്റ്റേജ് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന സ്റ്റേജ് കോഡ് ചെയ്യുക. ദെൻ അതിനുശേഷം പേഷ്യൻ്റ് ഹോസ്പിറ്റൽ സ്റ്റേയിലുള്ള ഹയസ്റ്റ് സ്റ്റേജ് നമ്മൾ കോഡ് ചെയ്യണം. ഓക്കെ, അതായത് ഒരു പേഷ്യൻ്റ് പ്രഷർ അൾസർ ഉള്ള ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. അതിനുശേഷം പുള്ളിയുടെ പ്രഷർ അൾസർ സ്റ്റേജ് പ്രോഗ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അഡ്മിറ്റ് ചെയ്ത സമയത്തുണ്ടായിരുന്ന പ്രഷർ അൾസർ സ്റ്റേജ് കോഡ് ചെയ്യുക. ദെൻ ആ പുള്ളിയുടെ ഹോസ്പിറ്റൽ സ്റ്റേയിലുണ്ടായിരുന്ന ഹയസ്റ്റ് സ്റ്റേജ് വേണം നമ്മൾ കോഡ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രഷർ അൾസറെ ഹീൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ചൊരു കോഡുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.